ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് 2026 കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്താണ്. നീരെഴുന്നള്ളത്തോടു കൂടിയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. നീരെഴുന്നള്ളത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ക്ഷേത്രത്തിൽ രാവിലെ ഉണ്ടായിരുന്ന ചെറിയൊരു ചടങ്ങോടുകൂടി ഇന്നത്തെ പകലത്തെ ചടങ്ങുകളെല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നീട് രാത്രിയിലാണ് ആയില്യാർകാവിൽ പൂജ നടക്കുക. നീരഭിഷേകത്തിന് ശേഷം തന്ത്രിമാർ തിരിച്ചു വന്നതിന് ശേഷമാണ് ആയില്യാർകാവിലെ രാത്രി പൂജകൾ ഉണ്ടാകുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ദക്ഷിണകാശി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണ്. പാൽ, നെയ്യ്, കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം. തടാകത്തിന്റെ നടുവിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഉത്തര മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ എത്താറുണ്ട്. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ഭണ്ണാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. ആറ്റുകാൽ, കൊടുങ്ങല്ലൂർ, ചക്കുളത്തുകാവ്, ചെട്ടിക്കുളങ്ങര, ഓച്ചിറ, ചോറ്റാനിക്കര മുതലായവ പോലെ കേരളത്തിൽ ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ. വളപട്ടണം പുഴയുടെ കൈവരിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. പുഴയുടെ തെക്കുഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും ക്ഷേത്രവും വടക്കുഭാഗത്തായി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്തിനുള്ള സംഘം പുറപ്പെടുകയാണ്. കുഞ്ഞീറ്റ നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ കൂടെ അവകാശികളുമൊത്ത് അവർ അക്കരയിലേക്ക് യാത്രയാകുന്നു. ഈ സമയത്ത് മന്നഞ്ചേരി പുഴക്കരയിൽ ഒറ്റപ്പിലാൻ എന്ന കുറിച്യസ്ഥാനികൻ, ജന്മാശാരി എന്നീ അവകാശികൾ അവിടെ കാത്തു നിൽക്കും. ഇപ്പോൾ കാണുന്ന ഈ ചടങ്ങ് തണ്ണീർക്കുടി നടത്തുന്നതാണ്. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പുറംകലയനും ജന്മാശാരിയും കുറിച്യസ്ഥാനികനും എല്ലാവരും കൂടി തണ്ണീർക്കുടി ചടങ്ങ് നടത്തുന്ന കാഴ്ചകളാണ്. ഇവിടെ ഈ ചടങ്ങുകൾ നടത്തി കഴിയുമ്പോൾ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെയും സാമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം മന്നഞ്ചേരിയിലേക്ക് എത്തുന്നു. തണ്ണീർക്കുടി ചടങ്ങു കഴിഞ്ഞ് ഒറ്റപ്പിലാൻ എന്ന കുറിച്യസ്ഥാനികന്റെ നേതൃത്വത്തിൽ അക്കരയിലേക്ക് പോകാൻ തയ്യാറായി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന സാമുദായി ഭട്ടതിരിപ്പാടിനെയും പടിഞ്ഞീറ്റ നമ്പൂതിരിയെയും കാത്ത് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് പടിഞ്ഞീറ്റ നമ്പൂതിരിയെയും സാമുദായി ഭട്ടതിരിപ്പാടിനെയും സംഘത്തെയും കാത്തിരിക്കുന്നു. ഈ സമയം സാമുദായി ഭട്ടതിരിപ്പാടും സംഘവും കാട്ടുവഴിയിൽ കൂടി മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തേക്ക് നീങ്ങുന്നു. പഴയകാല ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും നല്ല വഴികളുണ്ടെങ്കിലും പഴയ അതേ രീതിയിൽ തന്നെ കാട്ടുവഴികൾ താണ്ടിയാണ് ഇന്നും സാമുദായി ഭട്ടതിരിപ്പാടും പടിഞ്ഞീറ്റ നമ്പൂതിരിയും സംഘവും മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തേക്ക് എത്തുന്നത്. കൊട്ടിയൂരിന്റെ ചരിത്രത്തിൽ മാത്രം കണ്ടുവരുന്ന പഴമയുടെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ
നമുക്കിവിടെ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ തണ്ണീർക്കുടി ചടങ്ങുകൾ നടത്തുവാൻ വേണ്ടി കൊട്ടിയൂരിലെ പൂണൂലിടാത്ത നമ്പൂതിരി എന്നറിയപ്പെടുന്ന ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനികന്റെ നേതൃത്വത്തിൽ പുറംകലയൻ, ജന്മാശാരി, പെരുവണ്ണാൻ എന്നിവരുടെ നേതൃത്വത്തിൽ തണ്ണീർക്കുടി ചടങ്ങുകൾ നടത്തുകയും ഈ ചടങ്ങുകൾ നടത്തി പൂജാപ്രസാദങ്ങൾ തമ്മിൽ കൈമാറി കണ്ടു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകി ഇവർ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് അക്കരയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. കൊട്ടിയൂരിൽ മാത്രം കണ്ടുവരുന്ന ഒരേയൊരു ചടങ്ങാണ് നായാടി മുതൽ നമ്പൂതിരിമാർ വരെ ഒരേ സ്ഥാനത്തിരുന്ന് ഒരുമിച്ച് പൂജകൾ ചെയ്യുന്നതും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുതെന്നാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ്. നീരെഴുന്നള്ളത്തു സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ സാമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തെത്തും. കൂവപ്പാടത്തു നിന്നും കൂവ ഇലകൾ ശേഖരിക്കുന്ന സംഘം ബാവലിപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ബാവലിപ്പുഴയുടെ ഇക്കരെ എത്തുന്ന സ്ഥാനികർ അവിടെ കാത്തുനിൽക്കുന്ന കുറിച്യ സ്ഥാനികനും പുറങ്കലയനും ജന്മാശാരിയും കാണുന്നു. അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ കട്ടൻ രാജവംശത്തിലെ അധികാരിയായ കട്ടൻ പുറങ്കലയനോട് പൂജാരികളും മറ്റുള്ളവരും അനുവാദം ചോദിക്കുന്നു. കട്ടൻ പുറങ്കലയൻ അനുവാദം നൽകുന്നതോടെ ബാവലിയിൽ മുങ്ങിക്കുളിച്ച് അക്കരയിലേക്ക് പോകാൻ തയ്യാറെടുക്കും. കുറിച്യരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്യ യുവാവ് തന്റെ അമ്പിന്റെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു. അത് അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം. ഇതിന്റെ ആചാരമായാണ് ഇന്നും ബാവലി തീർത്ഥത്തിലെ ജലം കൊണ്ട് അക്കരയിൽ നീരെഴുന്നള്ളത്ത് നടക്കുന്ന ചടങ്ങ്. ഏറ്റവും ആദ്യം അക്കരയിൽ ബാവലി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തുന്നത് കുറിച്യ സ്ഥാനികൻ ആയിരിക്കും. കുറിച്യ സ്ഥാനികൻ അക്കരയിൽ പ്രവേശിച്ച് അക്കരയിലെ ക്ലാരക്കുണ്ടിൽ നിന്നും ശേഖരിക്കുന്ന ജലമാണ് പുണ്യാഹത്തിന് ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് ബാവലി തീർത്ഥവുമായി പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെയും സാമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ വരുന്ന സംഘം അക്കര തിരുവഞ്ചിറയിൽ എത്തുന്നത്. നെയ്യാട്ടത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. കുറിച്യ യുവാവ് കണ്ടെത്തിയ ശിവലിംഗത്തിൽ രക്തപ്രവാഹം അടങ്ങിയത് ഇളനീരഭിഷേകം നടത്തിയതിനു ശേഷമാണ് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് അന്ന് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങായി ഇളനീരാട്ടം മാറിയത്. ചോതിനാളിൽ സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വരുന്ന വാൾ എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ്. വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അക്കരെ ക്ഷേത്രത്തിൽ 5 സ്ഥാനിക കർമ്മികൾ ചേർന്ന് പഞ്ചപുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും. കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നും ഇതിനുവേണ്ട എണ്ണയും വിളക്കത്തിരിയും കൊണ്ടുവരും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ്. ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ്. ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഉത്സവം. ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുള്ള ഒരു ഉത്സവം. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ളവർ ഇവിടെ അണിചേരും. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകുക എന്നത് ഇവിടുത്തെ ആചാരമാണ്. ആയില്യാർക്കാവിലെ പൂജകൾ കഴിഞ്ഞ് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെയും സാമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ ഉള്ള സംഘം പുറപ്പെടുകയാണ്. മണിത്തറയിലും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്കുഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിപ്പുഴയിൽ തന്നെ ചേരും. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട്. ഉത്സവ കാലത്ത് 34 താൽക്കാലിക ഷെഡുകൾ. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല. ഒരു ഓലക്കുടയാണ് ഉള്ളത്. ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത്. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ 14 ലോകത്തെ ശിവൻ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ചു. യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോകാൻ പരമശിവനോട് അനുവാദം ചോദിച്ചു. ഇതറിഞ്ഞ പരമശിവൻ സതിയോട് പറഞ്ഞു, യാഗം കാണാൻ ചെന്നാൽ അപമാനിക്കപ്പെടുമെന്നും അപമാനിതയായാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുത് എന്നും പറഞ്ഞു. എന്നിട്ടും സതീദേവി യാഗം കാണാൻ പോയി. അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ് പരമശിവൻ കോപാകുലനായി ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്തു. സതിയുടെ കത്തിക്കരിഞ്ഞ ശരീരവുമായി ശിവൻ സംഹാര താണ്ഡവമാടി. ഇതറിഞ്ഞ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി.
തന്റെ സതീർത്ഥ്യൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് ശാന്തനാക്കുന്നതിന് പ്രതീകാത്മകമായാണ് ഇന്നും ഇവിടെ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത്. അതുപോലെ നിരവധിയായ ചടങ്ങുകൾ കൊട്ടിയൂരും പരിസരത്തും നടന്നു വരുന്നു. ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് വെച്ച് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. നേരായ നല്ല വഴികൾ ഇപ്പോൾ ഉണ്ട് എങ്കിലും പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കാട്ടുവഴികളിൽ കൂടി സഞ്ചരിച്ച് ഇപ്പോഴും ആ ചടങ്ങിനെ മാഹാത്മ്യം കൂട്ടുന്നത് ഇവിടത്തെ പ്രത്യേകതയാണ്. പടിഞ്ഞീറ്റം നമ്പൂതിരിയും സാമുദായി ഭട്ടത്തിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ മുന്നിൽ നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കൊട്ടിയൂരിൽ മാത്രം കണ്ടുവരുന്ന ഈ പ്രത്യേകമായ ചടങ്ങുകൾ ഇന്നത്തെ തലമുറക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. കൊട്ടിയൂരിൽ മണത്തണ മുതൽ കൊട്ടിയൂർ വരെ മിക്ക സ്ഥലങ്ങളിലും കൊട്ടിയൂർ പെരുമാളുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ ബാക്കിയാണ്. ഇന്നും കൊട്ടിയൂരിൽ വന്നാൽ കാണാൻ കഴിയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഇവിടെയുണ്ട്. ഇത്രയേറെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഉണ്ടെന്ന് തോന്നുന്നില്ല. പഴയ കാലത്ത് പിന്തുടർന്നു വന്ന അതേ പാതയാണ് ഇന്നും ഈ ആധുനിക കാലത്തും ഇവർ പിന്തുടർന്നു പോരുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ പുതിയ തലമുറക്ക് അന്യം നിന്നുപോയ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മ കൂടിയാണ്. കൊട്ടിയൂരിന്റെ ചരിത്രങ്ങൾ പറഞ്ഞാലും തീരൂലാത്ത അത്രയുമുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ. അന്ന് ഒരുപക്ഷെ ഇവിടെ വലിയ വനമായിരിക്കാം. അതുകൊണ്ടാണ് ഇവർ ഇന്നും കാട്ടുവഴിയിൽ കൂടി സഞ്ചരിച്ച് അത് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത്. പടിഞ്ഞീറ്റ നമ്പൂതിരിയും കൂട്ടരും ബാവലിപ്പുഴയുടെ തീരത്തെ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബാവലിപ്പുഴയുടെ കരയിൽ കൂടി അവരുടെ ലക്ഷ്യം മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തേക്കാണ്. മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തെത്തി കൂവയില ശേഖരിക്കുന്നതോടുകൂടി ഇവരുടെ കാട്ടുയാത്ര അവസാനിക്കുന്നു. കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് തന്നെ മഴക്കാലത്താണ്. ഇനി മഴയില്ല എങ്കിൽ ഉത്സവം തുടങ്ങിയാൽ മഴ എങ്ങു നിന്നോ എത്തുന്നു എന്നാണ് വിശ്വാസം. മഴയുണ്ടെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് അക്കരെ ദർശനം നടത്തേണ്ടത് എന്നാണ് ഐതിഹ്യം. ഇതിനോട് അനുബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് തോർത്തുമുണ്ടുകൾ വിൽപ്പന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പടിഞ്ഞീറ്റയും കൂട്ടരും കാട്ടുവഴികൾ താണ്ടി കൊട്ടിയൂരിന്റെ സ്വന്തം പുണ്യതീർത്ഥമായ ബാവലിപ്പുഴയുടെ കരയിൽ കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ കാട്ടുവഴിയിൽ കൂടി സഞ്ചരിച്ച് മന്നഞ്ചേരിയിലുള്ള കിഴക്കേ നടയുടെ ഭാഗത്താണ് എത്തിച്ചേരുന്നത്. കിഴക്കേ നടയുടെ ഭാഗത്ത് പുറംകലയനും കൂട്ടരും ഇവരെ കാത്തു നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. ഇനി നേരെ പോകുന്നത് കൂവപ്പാടത്തേക്കാണ്. കൂവപ്പാടത്ത് ധാരാളം കൂവച്ചെടികൾ നട്ടു വളർത്തുന്നുണ്ട് കൊട്ടിയൂർ ദേവസ്വം. കാരണം കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് കൂവ ഇലകൾ പൂജകൾക്കായി ധാരാളം ആവശ്യമുണ്ട്. ഈ ശേഖരിക്കുന്ന കൂവ ഇലയിലാണ് പുണ്യതീർത്ഥമായ ബാവലിയിലെ ജലം ശേഖരിക്കുന്നത്. പരബ്രഹ്മജ്ഞാനിയായ മഹേശ്വരന് തീർത്ഥജലം തളിച്ച് ഉണർവിലേക്ക് ഉണർത്തുന്ന ചടങ്ങിന്റെ ആദ്യ പൂർത്തീകരണമാണ് നീരെഴുന്നള്ളത്ത്. മെയ് 30-ാം തീയതി അക്കരയിലേക്ക് വാളും ഭണ്ണാരങ്ങളും പ്രവേശിച്ചതിന് ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം വന്നതുപോലെ തന്നെ ഈ വർഷവും അന്യ സംസ്ഥാനക്കാരായ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നീരെഴുന്നള്ളത്തിന് രാവിലെ തന്നെ അവർ കൊട്ടിയൂർ അമ്പലത്തിങ്കൽ എത്തിയിരുന്നു. മന്നഞ്ചേരി കൂവപ്പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രിവര്യന്മാരും അവകാശികളും കൂവപ്പാടത്തിറങ്ങി കൂവയില ശേഖരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മന്നഞ്ചേരി കൂവപ്പാടത്തു നിന്നും ഇലകൾ ശേഖരിച്ച് ഇവർ നേരെ ബാവലിപ്പുഴയെ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. ബാവലി എന്ന പുണ്യതീർത്ഥത്തിൽ അവരെത്തിയതിനു ശേഷം ബാവലി തീരത്ത് കാത്തു നിൽക്കുന്ന ഒറ്റപ്പിലാനും സംഘത്തോടും അക്കരയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ഇവർ അനുവാദം ചോദിക്കുന്നു. അതിനുശേഷം ബാവലിയിൽ മുങ്ങിക്കുളിച്ച് കാട്ടുവഴിയിൽ കൂടെ തന്നെ അക്കരയിലേക്ക് പ്രവേശിക്കുന്നു. അക്കരയിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയും സാമുദായി ഭട്ടത്തിരിപ്പാടും മാത്രം കിഴക്കേ നടവഴി ബാവലി തീരത്ത് എത്തുന്നു. അവർ കൊണ്ടുവരുന്ന കൂവ ഇലയിൽ പ്രാർത്ഥനയോടുകൂടി ബാവലി തീർത്ഥത്തിലെ പുണ്യജലം കയ്യിൽ കരുതിയ കൂവ ഇല കുമ്പിള് കൂട്ടി അതിൽ ശേഖരിക്കുന്നു. ഈ പുണ്യമുഹൂർത്തങ്ങളൊക്കെ നോക്കി നിൽക്കാനും ക്യാമറയിൽ പകർത്താനും അത് നിങ്ങളെ കാണിച്ചു തരാനും ഭഗവാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ കാണുമ്പോഴും അത്രയും മനോഹരമായാണ് കൊട്ടിയൂർ ഉത്സവത്തിനെ നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ ചടങ്ങുകളൊന്നും കണ്ടു കാണില്ല. അത്രയും മനോഹരമായി അത്രയും ഭക്ത്യാദരപൂർവ്വം കൊട്ടിയൂരിലെ നീരെഴുന്നള്ളത്തും കാഴ്ചകളും നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അക്കരയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയും സമുദായി ഭട്ടത്തിരിപ്പാടും കൂവയില കുമ്പിളുകൂട്ടി ബാവലി തീർത്ഥം ശേഖരിക്കുന്ന കാഴ്ചയാണ്. പിന്നീട് ഈ ജലം നേരെ കാട്ടുവഴിയിൽ കൂടെ തന്നെ അക്കര ക്ഷേത്രത്തിലെ തിരുവഞ്ചിറ കടന്ന് മണിത്തറയിൽ പ്രവേശിക്കുന്നു.
മണിത്തറ അഷ്ടബന്ധം കൊണ്ട് കഴിഞ്ഞ 1 വർഷമായി മൂടപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ ബാവലിപ്പുഴയുടെ തീരത്ത് ഒരുപാട് ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ടാകും. ഇവർക്കൊന്നും അക്കരയിലേക്ക് ഇന്ന് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല. കിഴക്കേ നടവഴി അക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടിഞ്ഞീറ്റ നമ്പൂതിരിയും സാമുദായി ഭട്ടതിരിപ്പാടിനെയും കാത്ത് പാരമ്പര്യ ട്രസ്റ്റിമാരും കൂട്ടരും കാട്ടുവഴിയുടെ അരികിൽ ഉണ്ടായിരിക്കും. ഇവരെല്ലാം കൂടി തന്നെ കാട്ടുവഴിയിലൂടെ ഓംകാര മന്ത്രങ്ങളും മുഴക്കി അക്കരയിലേക്ക് പ്രവേശിക്കുന്നു. ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനു മുന്നേ തന്നെ അക്കരെ സന്നിധാനത്ത് പ്രവേശിച്ച ഒറ്റപ്പിലാനും കൂട്ടരും ഒറ്റപ്പിലാൻ ക്ലാരക്കുണ്ടിൽ നിന്നും ശേഖരിക്കുന്ന ജലം മണിത്തറയും പരിസരങ്ങളും പുണ്യാഹം ചെയ്യുന്നു. അതിന് ശേഷമാണ് പടിഞ്ഞാറ്റ നമ്പൂതിരിയും സാമുദായി ഭട്ടതിരിപ്പാടും കൊണ്ടുവരുന്ന ബാവലിപ്പുഴയിലെ തീർത്ഥം അഷ്ടബന്ധത്തിൽ തളിച്ച് പുണ്യാഹം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറ്റപ്പിലാൻ എന്ന കുറിച്യസ്ഥാനികനെയും പുറംകലയനും ജന്മാശാരിയുമോടുമൊത്ത് പടിഞ്ഞീറ്റ നമ്പൂതിരിയെയും സാമുദായി ഭട്ടതിരിപ്പാടിനെയും കാത്തു നിൽക്കുന്ന കാഴ്ചകൾ. അതിനുശേഷം അവർ കൊണ്ടുവരുന്ന ബാവലി തീർത്ഥം അഷ്ടബന്ധത്തിലും മണിത്തറയിലും പുണ്യാഹം നടത്തിയതിന് ശേഷം മാത്രമേ തിരുവഞ്ചിറയും പരിസരങ്ങളും വൃത്തിയാക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തിരുവഞ്ചിറയും പരിസരങ്ങളുമാണ്. ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മണിത്തറയിലേക്ക് തന്ത്രിവര്യൻ പടിഞ്ഞീറ്റ നമ്പൂതിരി പുണ്യാഹത്തിനായി കയറുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന ആ ഭാഗങ്ങൾ ക്ലിയറാക്കി നമ്പൂതിരി അകത്ത് കടന്ന് ഭഗവാന്റെ അഷ്ടബന്ധം കൊണ്ട് മൂടിയിരിക്കുന്ന മണിത്തറയും പരിസരവും പുണ്യാഹം ചെയ്യുന്ന കാഴ്ചകളാണ്. ഈ സമയത്ത് കൂടെ വന്ന പന്തക്കിടങ്ങളും അവകാശികളും മണിത്തറയ്ക്ക് ചുറ്റും സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. ഇതാണ് ഭഗവാന്റെ നീരെഴുന്നള്ളത്ത്. ഈ ധന്യമുഹൂർത്തം കാണുവാൻ എനിക്ക് സാധിച്ചു. നിങ്ങൾക്ക് വീഡിയോയിൽ കൂടിയെങ്കിലും ഈ ഭഗവാന്റെ ധന്യമുഹൂർത്തങ്ങളും കാഴ്ചകളും കാണിച്ചു തരുവാൻ സാധിച്ചതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരാൻ സാധിക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശനം നടത്തണം. കാരണം ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിന്ന് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങൾക്കിവിടെ കാണാം. അത്രയും ഭക്തജനങ്ങൾ ഈ നാടിന്റെ നാനാവശത്തു നിന്നും അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. ഇത്രയും ഏകാന്തതയും മനസ്സിന് ശാന്തിയും നൽകുന്ന മറ്റൊരു ക്ഷേത്ര സന്നിധി മറ്റെവിടെയെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നില്ല. കാരണം അതാണ് കൊട്ടിയൂരും പരിസരങ്ങളും നമുക്ക് തരുന്ന ആത്മനിർവൃതി. നഗരവൽക്കരണത്തിന്റെ ഏകാന്തതയും ഒച്ചപ്പാടുകളും എല്ലാം ഒഴിഞ്ഞ് കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി. അഷ്ടബന്ധ കലശത്തിൽ പുണ്യാഹവും ചെയ്ത് നേരെ തിരുവടുപ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ബാക്കിയായ ചാരം വാരിയെടുത്ത് അത് പ്രസാദമായി സ്വീകരിച്ച് ഇവർ ഇവിടെ നിന്നും യാത്രയാകുന്നു. ഈ വീഡിയോയും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.